So question number 25. The third term of an arithmetic sequence is 26 and its eighth term is 61. Okay, അപ്പോൾ arithmetic sequence ആണ്. അതിൽ രണ്ട് ടേംസ് തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ്? തേർഡ് ടേം 26 ആണ് തന്നിട്ടുണ്ട്. എയ്ത്ത് ടേം 61 ആണ് തന്നിട്ടുണ്ട്. Find the common difference. What is the first term? Write the algebraic form. Find the sum of first 15 terms. Okay, simple questions ആണ്. നാല് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കോമൺ ഡിഫറൻസ് ആണ്. നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ എങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലാവും. Then first term കണ്ടുപിടിക്കുക, algebraic expression കണ്ടുപിടിക്കുക, first 15 ടൈംസിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ സിമ്പിൾ അല്ല. നമുക്ക് വേഗം വേഗം ചെയ്തു പോകാലോ. നമുക്ക് ആദ്യം തന്നേക്കുന്ന കാര്യങ്ങൾ എഴുതാം. തേർഡ് ടേം 26. തേർഡ് ടേം എത്രയാണ്? 26 ആണ്. എയ്ത്ത് ടേം 61. സോ ഇതിങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ തന്നെ എഴുതുന്നത്. ഇനി എന്താണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് ആ ഒരു പൊസിഷൻ സമയം നോക്കിയതില്ലേ, 61 - 26 ചെയ്യാം. 61 - 26 അതായത് ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്, അതായത് എന്താണ് 8 - 3 എന്നാണ് വരിക. ഓക്കെ, ഇപ്പോൾ 61 - 26 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 35 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 8 - 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 ആണ്. സോ 35/5 ദാറ്റ് ഈക്വൽസ് 7 ആണ്. എന്ത് കിട്ടുക? കോമൺ ഡിഫറൻസ് കിട്ടുക. ഓക്കെ, കോമൺ ഡിഫറൻസ് കിട്ടി. നമുക്ക് വേണ്ട എന്താണ്? ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ ആദ്യത്തെ ടൈം നമ്മൾ എഫ് അല്ലെങ്കിൽ x1 എന്നാണ് എടുക്കുക അല്ലെ. നമുക്ക് മൂന്നാമത്തെ ടൈം 26 ആണെന്ന് അറിയാം. സോ എന്ത് ചെയ്യുക? 26 മൈനസ് എത്ര പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം? 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യണം. തേർഡ് ടൈമിൽ നിന്ന് 2 പ്രാവശ്യം കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് നമുക്ക് അവിടെ എത്താം, ഫസ്റ്റ് ടൈമിലേക്ക് എത്താം. ദാറ്റ് ഈസ് 26 - 14 ഈക്വൽസ് 12. ഓക്കെ, ഫസ്റ്റ് ടൈം കിട്ടി. ദെൻ സി എന്താണ്? x n-നുള്ള ഇക്വേഷൻ എന്താണ്? f പ്ലസ് d മൈനസ് nd അല്ലെങ്കിൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d അങ്ങനെ എഴുതാലും കുഴപ്പമില്ല. x n-നുള്ള ഇക്വേഷൻ എന്താണ്? f പ്ലസ് n മൈനസ് 1 f പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഓക്കെ, അല്ലെങ്കിൽ എന്ത് ചെയ്താലും മതി? ഇങ്ങനെ എഴുതിയാലും മതി. nd പ്ലസ് f മൈനസ് d. ഈ ഒരു ഇക്വേഷൻ എഴുതിയാലും കുഴപ്പമില്ല. ഏതെങ്കിലും ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 7 ആണ്. 7n d n into 7 എന്ന് പറഞ്ഞാൽ 7n തന്നെയാണല്ലേ. 7n പ്ലസ് ഫസ്റ്റ് ടൈം എത്രയാണ്? 12 ആണ്. മൈനസ് 7 ദാറ്റ് ഈക്വൽസ് 7n പ്ലസ് 12 മൈനസ് 7 എന്ന് പറഞ്ഞാൽ 5 ആണ് വരിക. ഓക്കെ, 7n പ്ലസ് 5 എന്നുള്ളതാണ് എന്ത്? അതിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ അതിന്റെ നാലാമത്തെ പാർട്ട് ഡി പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് nth ടൈമിന്റെ ഇക്വേഷൻ കിട്ടി 7n + 5. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? 15 ടൈംസിന്റെ സം. അതാണ് നാലാമത്തെ ഡി പാർട്ട് ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? S15 കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അല്ലേ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിനകത്തൊരു കാര്യം എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? n/2 ഇൻറ്റു ഫസ്റ്റ് ടൈം പ്ലസ് ലാസ്റ്റ് ടൈം ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ആദ്യം 15ാമത്തെ ടൈം കണ്ടുപിടിക്കണം. 15ാമത്തെ ടൈം കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? ആ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ പറയുന്ന രീതിയിൽ സം കിട്ടും, ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണെങ്കിൽ. ഇനി അതല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു സിമ്പിൾ സ്റ്റെപ്പിൽ നമുക്ക് തീർക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ട് എന്താണ്? എയ്ത്ത് ടൈം എത്രയാണ്? 61 ആണല്ലേ. അപ്പൊ ഈ എയ്ത്ത് ടൈമും 15 ആ ഒരു പൊസിഷൻസ് തമ്മിലൊരു ബന്ധമുണ്ട്. എന്താണ്? ആദ്യത്തെ 15 ടൈംസ് എടുത്താൽ അതിന്റെ മിഡിൽ ആരായിട്ടായിരിക്കും വരിക? എയ്ത്ത് ടൈം ആയിട്ടായിരിക്കും വരിക അല്ലെ. എയ്ത്ത് ടൈം ആയിരിക്കും എന്ത് വരിക? അതിന്റെ മിഡിൽ ടൈം ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അതിന്റെ സം കിട്ടാനായിട്ട് നമുക്ക് മിഡിൽ ടൈം കിട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്? തന്നിരിക്കുന്ന സമ്മ് ഡിവൈഡ് ബൈ ആ ഒരു എണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ മിഡിൽ ടൈം. അപ്പൊ 8ാമത്തെ ടൈമാണ് ചോദ്യം. 15ാമത്തിന്റെ സം അറിയാം. 8ാമത്തെ ടൈമാണ് ചോദ്യങ്ങൾ. എന്ത് ചെയ്യാം? ആ സം ഡിവൈഡ് ബൈ 15 ചെയ്താൽ നിങ്ങൾക്ക് 8ാമത്തെ ടൈം കിട്ടും. നേരെ തിരിച്ചും ചെയ്യാലോ. ആ എന്താണ് 8ാമത്തെ ടൈം x8. 8ാമത്തെ ടൈമിൽ എനിക്ക് എന്ത് ചെയ്യാം? 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുക? ആ ഒരു ടോട്ടൽ സം തന്നെയായിരിക്കും കിട്ടുക അല്ലെ. സോ എന്തായാലും x8 എന്ന് പറയുമ്പോൾ 61 ആണ്. 61 ഇൻറ്റു 15 ആ ഒരൊറ്റ സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, 61 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ 915 ആണ്. 915 എന്നുള്ളതാണ് ആ സം വരിക. ഓക്കെ, സിമ്പിൾ ആണ്. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം എന്താണ്? സം തന്നിട്ട് മിഡിൽ ടൈം ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്ത് നോക്കും. ആ നമ്പർ ഓഫ് ടൈംസ് വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കും. നേരെ തിരിച്ച് മിഡിൽ ടൈം തന്നിട്ട് സം ആണ് ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ മിഡിൽ ടൈം എന്ത് ചെയ്താൽ മതി? ആ എണ്ണം വെച്ചിട്ട് എത്ര എണ്ണാണുള്ളത് ആ എണ്ണം വെച്ചിട്ട് എന്ത് ചെയ്യുക? നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ സം കിട്ടും. ഓക്കെ, മറ്റേ മൊത്തം ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യണമെന്നില്ല? വലിയ ഇക്വേഷൻ n/2 എന്നുള്ള ആ ഇക്വേഷനിലേക്ക്
പോവാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഉത്തരം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ആലോചിക്കണം കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാല് ഫുൾ എന്താണ് ഇക്വേഷനിൽ തന്നെ ഇട്ട് ചെയ്യാനുള്ളതായിരിക്കില്ല. ചിലപ്പോൾ ഇതുപോലത്തെ ട്രിക്കി സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉത്തരത്തിലേക്ക് എത്താനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഹിന്റ് എനിക്ക് തന്നിരിക്കുന്നത് വച്ചിട്ട് എന്ത് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ഹിന്റുകളൊക്കെ കിട്ടുന്നുണ്ടോ എന്ത് ചെയ്യാം, നിങ്ങൾ ആലോചിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 26. Okay, question number 26. A vessel without lid in a shape of a square pyramid made from a metallic sheet is of base perimeter 80 cm and slant height 26 cm. How many square centimeter of metallic sheet was needed to make the vessel? Calculate the height of the vessel. What is the capacity of the vessel in liters? Okay, മൂന്ന് കാര്യങ്ങളാണ്. നമ്മുടെ ഒരു വെസൽ ഉണ്ട് വിത്തൗട്ട് ലിഡ് എന്നാണ് പറയുന്നത് അല്ലെ. വിത്തൗട്ട് ലിഡ് എന്ന് പറഞ്ഞാൽ അതിന് മൂടിയില്ല. ഓക്കെ, മൂടിയില്ലാത്തൊരു വെസലാണ്. ഇൻ ദ ഷേപ്പ് ഓഫ് എ സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിലുള്ള ഒരു വെസലാണ്. ഓക്കെ, സ്വാഭാവികമായിട്ടും സ്ക്വയർ പിരമിഡിന്റെ ഷേപ്പിൽ എന്ന് പറയുമ്പോൾ ആ സ്ക്വയർ പോർഷൻ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. അതാണ് വിത്തൗട്ട് ലിഡ് എന്ന് ഉദ്ദേശിച്ചത്. Made from a metallic sheet of base perimeter 80 cm and slant height 26. ബേസ് പെരിമീറ്റർ വന്നിട്ടുണ്ട്, സ്ലാൻഡ് ഹൈറ്റ് വന്നിട്ടുണ്ട്. ബേസ് പെരിമീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് കിട്ടും, ആ ബേസ് എഡ്ജ് എത്രയാണെന്ന് കിട്ടും, അല്ലെങ്കിൽ എ എത്രയാണെന്ന് കിട്ടും. Then how many square centimeter of metallic sheet was needed to make the vessel എന്ന് പറഞ്ഞാൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ തന്നെയാണ് ചോദിച്ചത്. നിങ്ങളോട് എന്താണ് ഇന്ന ഏരിയ നിങ്ങൾ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ വോളിയം കണ്ടുപിടിക്കണം എന്നൊന്നും അല്ല അതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ. എന്താണ് how many square centimeters of metallic sheet was needed to make the vessel എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്താണ് ആ സ്ക്വയർ സെന്റിമീറ്റർ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താണ് ഉറപ്പിക്കാം, ഏരിയ ആണ്. ഇനി ഏത് ഏരിയ ആണ് വേണ്ടതെന്നുള്ളതാണ്. നമുക്ക് ബേസ് ഏരിയ അറിയാം, ലാറ്ററൽ സർഫസ് ഏരിയ അറിയാം, ടോട്ടൽ സർഫസ് ഏരിയ അറിയാം. ഈ മൂന്ന് ഏരിയയിൽ ഏത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അവിടെ ശ്രദ്ധിക്കുന്നത് വിത്തൗട്ട് ലിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വിത്തൗട്ട് ലിഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ബേസ് ഒഴിവാക്കാം. ബേസ് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്തുള്ളൂ, ലാറ്ററൽ സർഫസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ലാറ്ററൽ സർഫസ് ഏരിയ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പൊ ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ ലാറ്ററൽ സർഫസ് ഏരിയ ഇക്വേഷൻ അറിയാലോ, എന്താണ് 2AL എന്നുള്ളതാണ് ലാറ്ററൽ സർഫസ് ഏരിയയുടെ ഇക്വേഷൻ അല്ലെ. ഇതില് L നമുക്കറിയാം, സ്ലാൻഡ് ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്, 26 സെന്റിമീറ്റർ. നമുക്ക് വേണ്ടത് എന്താണ്, A ആണ്. നമുക്ക് ബേസ് പെരിമീറ്റർ അല്ലെങ്കിൽ 4 × A തന്നിട്ടുണ്ട്. എത്രയാണ്, 4 × A 80 സെന്റിമീറ്റർ ആണ്. കാരണം എന്താണ്, അത് ബേസ് പെരിമീറ്റർ ആണ്. സോ ഇതിൽ നിന്ന് A will be equal to 80 divided by 4 that equals 20. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ലാറ്ററൽ സർഫസ് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാം. 2 × A യുടെ സ്ഥാനത്ത് 20 കൊടുക്കാം, 20 സെന്റിമീറ്റർ ആണ്. ദെൻ L എന്ന് പറയുന്നത് 26 ആണ്. സോ എന്താണ് 4 × 26 എത്രയാണെന്ന് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യും, 0 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പൊ 2 × 26 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, 52 കിട്ടും. അഗൈൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 104 എന്നാണ് കിട്ടുക. 1040 സ്ക്വയർ സെന്റിമീറ്റർ. അപ്പൊ ഇത്രയും ഷീറ്റ് ആണ്, അല്ലെങ്കിൽ ഇത്രയും സ്ക്വയർ സെന്റിമീറ്റർ വരുന്ന ഷീറ്റ്, മെറ്റൽ ഷീറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു സ്ക്വയർ പിരമിഡ് മോഡലുള്ള ഒരു വെസല് ഉണ്ടാക്കാനായിട്ട് സാധിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണല്ലേ. ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ ഒരു മെറ്റാലിക് വെസലിന്റെ ഹൈറ്റ്. അപ്പൊ നമുക്കറിയാം എന്താണ്, നമുക്ക് ഇങ്ങനൊരു ട്രയാങ്കിൾ നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഒരു ട്രയാങ്കിൾ പഠിച്ചിട്ടുണ്ട്. സോ അതെന്താണ്, ഇതാണ് നിങ്ങളുടെ ഹൈറ്റ് വരിക, നിങ്ങളുടെ സ്റ്റാൻഡ് ഹൈറ്റ് ആയിട്ട് വരും. ദെൻ ഇവിടെ വരുന്ന എത്രയാണ്, A/2 എന്നുള്ളതാണ്. ഓക്കെ, ദെൻ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ഹൈറ്റ് ഈക്വൽ ടു എന്താണ്, L² - A/2 സ്ക്വയർ അതിന്റെ റൂട്ട്. ഓക്കെ, L² എന്ന് പറയുമ്പോൾ 26ന്റെ സ്ക്വയർ ആണ്, 26 സ്ക്വയർ മൈനസ് ദെൻ A/2. ഇവിടെ 20 ആണ്, A/2 എന്ന് പറഞ്ഞാൽ 10 ആണ്, 10 സ്ക്വയർ. സോ ഇതിന്റെ റൂട്ട് ആണ് വേണ്ടത്. ദെൻ 26ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 676 മൈനസ് 100 എന്ന് വരും. ദെൻ 100 പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് വരും 576. അതിന്റെ റൂട്ടാണ് വരിക. 576ന്റെ റൂട്ട് എത്രയാണ്, 24 ആണ്. സോ 24 സെന്റിമീറ്റർ ആണ് ഇത് ഹൈറ്റ് വരിക അല്ലെ. 24 സെന്റിമീറ്റർ ആണ് ആരുടെ ഹൈറ്റ് വരിക, ആ ഒരു സ്ക്വയർ പിരമിഡിന്റെ ഹൈറ്റ് വരിക. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ, അതിന്റെ സി പാർട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വാട്ട് ഇസ് ദ കപ്പാസിറ്റി ഓഫ് ദ വെസൽ ഇൻ ലിറ്റർ? അപ്പൊ എന്താണ്, കപ്പാസിറ്റി ആണ് ചോദ്യം. കപ്പാസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് എന്താണ്, വോളിയം ആണ് അല്ലെ. സ്ക്വയർ പിരമിഡിന്റെ വോളിയം.
സോ എന്താണ് സ്ക്വയർ പിരമിഡിന്റെ വോളിയം കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വോളിയം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അവിടെ പറയാൻ എന്താ ശ്രദ്ധിക്കേണ്ട കാര്യം കപ്പാസിറ്റി ലിറ്റർ എന്ന് കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് കിട്ടുന്ന ഉത്തരം നിങ്ങൾ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഉത്തരം അറിയാൻ എന്താണ് നമുക്ക് സെന്റിമീറ്റർ ക്യൂബിലായിരിക്കും കിട്ടുക. നമ്മൾ അത് എന്ത് ചെയ്യണം ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ആദ്യം വോളിയം കണ്ടുപിടിക്കാം. എന്താണ് 1/3 a സ്ക്വയർ. a സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇവിടെ 20 ആണ്. 20 സ്ക്വയർ ഇൻറ്റു എന്താണ് വരിക ഹൈറ്റ് ആണ്. ഇപ്പൊ കണ്ടുപിടിച്ച ഹൈറ്റ് ആണ് വരിക അല്ലെ. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? 3 ക്യാൻസൽ ആവും, 24 ക്യാൻസൽ ആവും, ഇവിടെ എന്ത് വരും 8 വരും. ഓക്കെ, 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ഇൻറ്റു 8 എന്നാണ് വരിക. 8 ഇൻറ്റു 4 32,200 സെന്റിമീറ്റർ ക്യൂബ് എന്നുള്ളതാണ് വോളിയത്തിനുള്ള ഉത്തരം. അപ്പൊ നമുക്കറിയാം ഇത് എന്തിലാണ് നമുക്ക് വേണ്ടത്? ലിറ്ററിലേക്കാണ് വേണ്ടത്. നമുക്കിപ്പോ സെന്റിമീറ്റർ ക്യൂബ് ആണ്. നമുക്ക് മീറ്റർ ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ ലിറ്ററിലേക്ക് ആകാൻ എളുപ്പമാണ് അല്ലെ. 1 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വോളിയം കിട്ടി. വോളിയം ഇൻ സെന്റിമീറ്റർ ക്യൂബ് ആണ് നമുക്ക് കിട്ടിയത്. നമുക്ക് വേണ്ടതെന്നാണ് വോളിയം ഇൻ ലിറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റി ഇൻ ലിറ്റർ ആണ് വേണ്ടത്. സോ എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പ് എഴുതാം. എന്താണ് വോളിയം ഇൻ ലിറ്റർ ഈക്വൽസ്. സോ സെന്റിമീറ്റർ ക്യൂബിൽ നിന്ന് ലിറ്ററിലേക്ക് എത്താനായിട്ട് എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ ആയ 3200 എന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000 ചെയ്യണം. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. കാരണം ഇത് ചെയ്യുമ്പോൾ ഇതുപോലെ സെന്റിമീറ്റർ ക്യൂബിലേക്ക് ആയിരിക്കും മിക്കവാറും ആൻസർ കിട്ടുക. അപ്പൊ സെന്റിമീറ്റർ ക്യൂബിൽ കിട്ടിക്കഴിഞ്ഞാൽ ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 1000 വെച്ച് എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, സോ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 2 zeros ക്യാൻസൽ ആയി. 32/10 ദാറ്റ് വിൽ ബി 3.2 ലിറ്റേഴ്സ് എന്ന് വരും. ഓക്കെ, ഇത്രയാണ് അതിന്റെ കപ്പാസിറ്റി വരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായിരുന്നു? അതിനകത്ത് ലാറ്ററൽ സർഫസ് ഏരിയ ആണ് ചോദിച്ചതെന്ന് മനസ്സിലാക്കി എടുക്കുക. നമുക്ക് അവിടെ ബേസ് ഏരിയയുടെ ആവശ്യമില്ല. കാരണം എന്താണ്? അവിടെ ലിഡ് ഇല്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടല്ലേ, വിത്തൗട്ട് ലിഡ് എന്നാണ് പറഞ്ഞത്. അപ്പൊ ബേസ് ഏരിയ ആവശ്യമില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൈറ്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം. നമ്മൾ ഈ ഒരു ട്രയാങ്കിളിന്റെ ഒരു ഫീച്ചർ വെച്ച് പഠിച്ചേക്കുന്നതാണ്. ദെൻ നെക്സ്റ്റ് സി പാർട്ട് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഇൻ ലിറ്റർ ചോദിച്ചാൽ എന്താണ്? വോളിയം ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. വോളിയം സെന്റിമീറ്റർ ക്യൂബിൽ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക? ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 27. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 27 നമുക്ക് വേണമെങ്കിൽ അത് ഇവിടെ തന്നെ ചെയ്യാവുന്നതാണ് അല്ല. ആംഗിൾസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ സി ആൻഡ് ഡി ആർ പോയിന്റ്സ് ഓൺ എ സെമി സർക്കിൾ വിത്ത് എ ബി ആസ് ഡയമീറ്റർ. സോ എ ബി എന്താണ് ഇവിടെ? ഡയമീറ്റർ ആണ്. ദെൻ ആംഗിൾ ബി ഡി സി അവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ബി ഡി സി എന്ന് പറഞ്ഞ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ്? 125 ആണ്. ദെൻ സി ഡി ഈസ് പാരലൽ ടു എ ബി. സി ഡി എന്ന് പറയുന്നതാണ് എ ബിക്ക് പാരലൽ ആയിട്ടാണ് തന്നേക്കുന്നത് അല്ലെ. സി ഡി എന്ന് പറയുന്നതാണ് ഈ മുകളിലുള്ള ഈ ഒരു ലൈനാണ്. അത് ഈ എ ബിക്ക് പാരലൽ ആണ്. ദെൻ ഫൈൻഡ് ദ മെഷേഴ്സ് ഓഫ് 4 ആംഗിൾസ് ആണ് മെഷർ ചെയ്യാൻ പറയുന്നത്. ഒന്ന് ബി എ സി. ഈ ഒരു ആംഗിൾ മെഷർ ചെയ്യണം. എ സി ബി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിൾ മെഷർ ചെയ്യണം. എ സി ഡി എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിലുള്ള ആംഗിളാണ്. ഈ ഒരു മൊത്തത്തിലുള്ള ആംഗിളാണ് എ സി ഡി. അത് മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യണം. എ ബി ഡി എന്ന് പറഞ്ഞാൽ ഈ ഒരു ആംഗിളാണ്. ഇത്രയും ആംഗിൾസ് ആണ് എന്ത് ചെയ്യേണ്ടത്? ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നോക്കാം. ആംഗിൾ ബി എ സി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റാർട്ട് ചെയ്യാം. എ പാർട്ട് എന്നാണ് ആംഗിൾ ബി എ സി എന്നുള്ളതാണ്. സോ ആംഗിൾ ബി എ സി ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആംഗിൾ ബി എ സി നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ഫിഗർ അവിടെ പാരലൽ ഓപ്പോസിറ്റ്സ് എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. പാരലൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വിളിക്കാം? ട്രപ്പീസിയം എന്ന് വിളിക്കാം അല്ലെ. ഓപ്പോസിറ്റ്സ് പാരലൽ ആണ്. മറ്റു 2 സൈഡ്സ് പാരലൽ അല്ല. ഈക്വൽ ആവാം, അൺഈക്വൽ ആവാം. പക്ഷെ അങ്ങനെ വരുന്ന ഫിഗർ നമ്മൾ എന്ത് വിളിക്കും? ട്രപ്പീസിയം എന്നാണ് വിളിക്കുക. ട്രപ്പീസിയത്തിന് ഒരു പ്രത്യേകത എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. 8th പഠിച്ചതാണ്. ട്രപ്പീസിയത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് എത്രയാണ്? അത് സപ്ലിമെന്ററി ആണ്. അത് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? 180 കിട്ടണം. അപ്പൊ നിങ്ങൾക്ക് അവിടെ 125 തന്നിട്ടുണ്ട്. സോ ആംഗിൾ ബി എ സി എന്ന് പറയുമ്പോൾ എന്താണ്? സപ്ലിമെന്ററി ആംഗിൾസിൽ പെടും. 180 ഡിഗ്രി മൈനസ് 125 ദാറ്റ് ഈക്വൽസ് 55 ഡിഗ്രി. ഓക്കെ, ആംഗിൾ ബി എ സി എത്രയാണ്? 55 ആണ്. ദെൻ നെക്സ്റ്റ് വൺ ആംഗിൾ എ സി ബി. നിങ്ങൾക്ക് ഒറ്റൊന്നുള്ളിൽ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്? എ ബി ഇസ് എ ഡയമീറ്റർ അല്ലെ. ഡയമീറ്ററിലേക്ക് സെമി സർക്കിളിൽ ആംഗിൾ വരച്ചാൽ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ആംഗിൾ എ സി ബി ഈക്വൽസ് 90 ഡിഗ്രി ആണ് അല്ലെ. കാരണം എന്താണ്? നമ്മൾ പഠിച്ചാണ് ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്ന് സർക്കിളിലേക്ക് ആംഗിൾ വരച്ചാൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതിന്റെ ഉള്ളിലാണെങ്കിൽ 90 ഡിഗ്രി കൂടുതലായിരിക്കും, പുറത്താണെങ്കിൽ 90 കുറവായിരിക്കും. ആ സാധനം നമ്മൾ പഠിച്ചാണല്ലേ. ആ ഒരു ഫീച്ചർ ആണ് ഇവിടെ രണ്ടാമത്തെ പാർട്ടിൽ വന്നിരിക്കുന്നത്. ദെൻ സി പാർട്ട് ക്വസ്റ്റ്യൻ ആംഗിൾ എ സി ഡി ആ മൊത്തത്തിലുള്ള ആംഗിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
ACD വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മളവിടെ പാരലൽ ലൈൻസ് പറഞ്ഞിരുന്നു അല്ലെ. AB-യും CD-യും പാരലൽ ലൈൻസ് ആണെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ആ പാരലൽ ലൈൻസിന്റെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ആംഗിൾ പറയാം. ഈ ആംഗിളും ഈ ആംഗിളും ഇത് രണ്ടും എന്തായിരിക്കും, പാരലൽ ലൈൻസിൽ അത് ഈക്വൽ ആംഗിൾസ് ആയിരിക്കും. അപ്പൊ ACD നമുക്ക് എന്തായിട്ട് എഴുതാം, ACD. അത് നമ്മൾ പാരലൽ ലൈൻസിന്റെ, എനിക്ക് തോന്നുന്നു 8-ലോ 9-ലോ നിങ്ങൾ പാരലൽ ലൈൻസ് പഠിക്കുന്നത്. അപ്പൊ അങ്ങോട്ട് പോകണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, അവിടെ 125 ഡിഗ്രി തന്നെ കിട്ടുക. ദെൻ ഡി പാർട്ട് ക്വസ്റ്റ്യൻ, ആംഗിൾ ABD ആണ്. ആംഗിൾ ABD അതൊക്കെ നമുക്കറിയാം. നോക്കിയാൽ എന്താണ്, ഇത് സൈക്ലിക് ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്താണ്, അതൊരു ട്രപ്പീസിയം ആയതുകൊണ്ട് നമുക്ക് എന്താണ്, ഓപ്പോസിറ്റ് ആംഗിൾ വീണ്ടും സപ്ലിമെന്ററി തന്നെയാണ്. സോ ഇവിടെ 125 വന്നാൽ സ്വാഭാവികമായിട്ട് ഇവിടെ എന്ത് തന്നെയായിരിക്കും വരിക, ആ ബി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ABD എന്ന് പറഞ്ഞ ആംഗിൾ എത്ര തന്നെയായിരിക്കും വരിക, 55 തന്നെയായിരിക്കും വരിക. ഓക്കെ, നമുക്ക് അറിയാം ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. സോ എന്താ വരും, 180 മൈനസ് 125 ദാറ്റ് ഈക്വൽസ് അഗെയിൻ 55 തന്നെ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 4 ആംഗിളും കിട്ടിയില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടി. ക്വസ്റ്റ്യൻ നമ്പർ 28. ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് 2x മൈനസ് y മൈനസ് 2 ഈക്വൽ ടു 0. ചെക്ക് വെദർ ദ പോയിന്റ് 3, 4 ഈസ് ഓൺ ദിസ് ലൈൻ. ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് വെയർ ദിസ് ലൈൻ കട്ട് x ആൻഡ് y ആക്സിസ്. സിമ്പിൾ ആണ്. നിങ്ങളുള്ള ചോദ്യം എന്താണ്, ഇതില് ഒന്ന് 3, 4 എന്ന് പറയുന്ന ലൈൻ, ആ പോയിന്റ് എന്താണ്, ഈ ലൈനിലുള്ള പോയിന്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, എക്സ് കോർഡിനേറ്റ് അല്ലെങ്കിൽ എക്സിന് എന്താണ് കൊടുക്കേണ്ടത്, 3. എക്സിന് നിങ്ങൾ 3 കൊടുക്കുക, വൈക്ക് നിങ്ങൾ 4 കൊടുക്കുക ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ. അപ്പൊ നിങ്ങൾക്ക് ഈക്വൽ ടു 0 എന്നാണോ കിട്ടുന്നത് ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് പോയിന്റ് ആണ്, ഈക്വൽ ടു 0 അല്ലെങ്കിൽ അത് എന്തല്ല, പോയിന്റ് അല്ല. ഇനി എന്താണ്, ഫൈൻഡ് ദി കോർഡിനേറ്റ് പോയിന്റ്സ് വെയർ ദിസ് ലൈൻ കട്ട്സ് എക്സ് ആൻഡ് വൈ ആക്സിസ്. ഇപ്പൊ എക്സ് ആക്സിനെയും വൈ ആക്സിനെയും ഇവിടെ വെച്ചാണ് കട്ട് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. അപ്പൊ എക്സ് ആക്സിനെ കട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ വൈ കോർഡിനേറ്റ് 0 കൊടുക്കുക, എക്സ് കോർഡിനേറ്റ് കിട്ടും. ഇനി വൈ ആക്സിനെ കട്ട് ചെയ്യുന്ന സ്ഥലത്ത് എന്തായിരിക്കും, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ എക്സ് കോർഡിനേറ്റ് 0 കൊടുക്കുക, അപ്പൊ നിങ്ങൾക്ക് വൈ ആക്സ് കട്ട് ചെയ്യുന്ന പോയിന്റ് കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കാം. എ പാർട്ട് ക്വസ്റ്റ്യൻ, 3, 4 എന്ന് പറയുന്നത് ആ ലൈനിലുള്ള പോയിന്റ് ആണോ അല്ലേ എന്നുള്ളതാണ് ചോദ്യം. സോ 2x മൈനസ് y മൈനസ് 2 അല്ലെ, 2x മൈനസ് y മൈനസ് 2 ഈ ഒരു ലൈനാണ്. ഇത് ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ലൈൻ. ഈ ലൈനിൽ 3, 4 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം, എക്സിന് 3 കൊടുക്കുക, 2 into 3 മൈനസ് വൈക്ക് 4 കൊടുക്കുക, മൈനസ് 2 എന്ത് വരും നോക്കാം. 2 into 3 എന്താണ്, 6 ആണ്. 6 മൈനസ് 4 മൈനസ് 2. അപ്പൊ 6 മൈനസ് 4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, 2 കിട്ടും. അഗൈൻ 2 മൈനസ് 2 ചെയ്യുമ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുക. 2 മൈനസ് 2 ചെയ്യുമ്പോൾ എന്ത് കിട്ടും, 0 കിട്ടും. ഓക്കെ, ഫൈനൽ ആൻസർ 0 കിട്ടുന്നുണ്ട്. സോ എന്താണ്, 3,4 എന്ന് പറയുന്നത് എന്താണ്, 3, 4 ഈസ് എ പോയിന്റ് ഓൺ ദി ലൈൻ. ഓക്കെ, എന്താണ്, ആ ലൈനിലുള്ള പോയിന്റ് ആണ്. ഓക്കെ, ദെൻ ബി പാർട്ട് ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാ നോക്കാം. അപ്പൊ ബി പാർട്ട് ക്വസ്റ്റ്യൻ നമ്പർ എന്താണ്, വൈ കോർഡിനേറ്റ് കിട്ടണമെങ്കിൽ വൈ ആക്സിസ് എക്സ് ആക്സിസിൽ കട്ട് ചെയ്യുന്നതാണ് ആദ്യം കിട്ടുന്നതെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് വെയർ ദി ലൈൻ കട്ട്സ് എക്സ് ആൻഡ് വൈ ആക്സിസ്. അപ്പൊ എന്താണ്, ആദ്യം എക്സ് ആക്സിസ് നമുക്ക് നോക്കാം. എക്സ് ആക്സിസ് എടുക്കുന്ന സമയത്ത് എന്താണ് നമുക്കറിയാം, വൈ കോർഡിനേറ്റ് അവിടെ 0 ആയിരിക്കും. എക്സ് ആക്സിസ് എന്താണ്, വൈ കോർഡിനേറ്റ് 0 ആണ്. അപ്പൊ ഈ ഇക്വേഷനിലേക്ക് എന്ത് ചെയ്യാം, 2x y equal to 0 എന്ന് പറഞ്ഞാൽ 2x മൈനസ് 0 മൈനസ് 2 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ വൈക്ക് ഞാൻ എന്ത് ചെയ്തു, 0 കൊടുത്തു അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം മൈനസ് 2 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പൊ എന്ത് വരും, 2x ഈക്വൽസ് ഈ മൈനസ് 2 അപ്പുറത്ത് വരുമ്പോൾ എന്ത് വരും, +2 ആവും. അല്ലെങ്കിൽ x ഈക്വൽ ടു എന്താവും, ഈ 2 റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും, ഡിവിഷൻ ആവും. 2 ഡിവൈഡ് ബൈ 2 എന്ന് വരും, ദാറ്റ് ഈക്വൽസ് 1 എന്ന് കിട്ടും. അപ്പൊ എക്സ് കോർഡിനേറ്റ് എന്ത് കിട്ടി, 1 കിട്ടി. അപ്പൊ എന്താണ്, ലൈൻ കട്ട്സ് എക്സ് ആക്സിസ് അറ്റ് 1,0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് എന്ത് ചെയ്തത്, എക്സ് ആക്സിസിനെ കട്ട് ചെയ്തത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വൈ ആക്സിസ് നോക്കാം. അപ്പൊ വൈ ആക്സിസ് എന്താണ്, എക്സ് കോർഡിനേറ്റ് ആണ് 0 ആയിട്ട് വരിക. എക്സ് കോർഡിനേറ്റ് 0 എന്ന് പറഞ്ഞാൽ 2 into 0 മൈനസ് വൈ മൈനസ് 2 ഈക്വൽ ടു 0 എന്നാണ് വരിക. സോ എന്താ വരും, മൈനസ് വൈ ഈക്വൽ ടു 2 എന്ന് വരും. അല്ലെങ്കിൽ വൈ ഈക്വൽ ടു എന്ത് വരും, -2 എന്ന് വരും. ഓക്കെ, നെഗറ്റീവ്സ് അങ്ങോട്ട് മാറ്റി കൊടുത്താൽ മതി. y ഈക്വൽ ടു എന്ന് പറഞ്ഞു, -2 എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ്, ലൈൻ കട്ട്സ് y ആക്സിസ് അറ്റ് എന്താണ് 0, -2. ഇവിടെ എക്സ് കോർഡിനേറ്റ് y ആക്സിസ് ആയതുകൊണ്ട് എന്താണ്, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. അപ്പൊ എന്താണ് 0, -2ലാണ് എന്ത് ചെയ്യുക, y ആക്സിസിന് അത് കട്ട് ചെയ്യാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഒന്നും ആലോചിച്ചാൽ മതി. നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് എന്താണ്, പോയിന്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ എന്താ, എക്സിനും വൈക്കും വാല്യൂ കൊടുത്താൽ മതി. ദെൻ ആക്സിസ് കട്ട് ചെയ്യുന്നതിൽ എക്സ് ആക്സിസ് എന്ത് ചെയ്യുക, വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് എത്ര കിട്ടുന്നത് നോക്കുക. വൈ ആക്സിസ് കിട്ടാനായിട്ട് എക്സിന് 0 കൊടുക്കുക. അപ്പോൾ വൈ എത്ര കിട്ടും നോക്കാൻ, എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു കോർഡിനേറ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ.
നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 29. അപ്പൊ 29 ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്കറിയാം എന്താണ്, ഇതിനകത്തുള്ള കാര്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാന്നുള്ളതാണ് അല്ലെ. കൺസിഡർ ദ സീക്വൻസ് 2, 6, 18, 54. ആ ഒരു സീക്വൻസ് കണ്ടാൽ നമുക്കറിയാം എന്താണ്, ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ആയിട്ട് ഫീൽ ചെയ്യണം അല്ലെ. കാരണം 2, 6 അവിടെ 4 ആണ് കൂടിയത്, പിന്നെ എന്താണ് 6 ആയപ്പോൾ 18 ആണ് ഒന്നല്ല, അപ്പോൾ എന്ത് കൂടി 12 കൂടിയിട്ടുണ്ട്. അപ്പൊ ഒന്നല്ല അരിത്തമെറ്റിക് സീക്വൻസ് അല്ല, നമുക്ക് മനസ്സിലായി. Sequence starting with a non-zero real number and each succeeding term got by multiplying the preceding term with a fixed number except 0 are called geometric sequence. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന സീക്വൻസ് എന്താണ്, ഒരു ജിയോമെട്രിക് സീക്വൻസ് ആണ്. കാരണം നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് എന്താണ് 2 ആണ്, സെക്കൻഡ് ടൈം എങ്ങനെ കിട്ടിയേ 2 into 3 6 ആണല്ലേ, അടുത്തതാണ് 6 into 3. ഞാൻ എന്ത് ചെയ്തു, 3യുടെ പല പല മൾട്ടിപ്പിൾസ് എടുത്തിട്ടാണ് അവിടെ ഇപ്പൊ എന്താണ് ഓരോ ടൈമിനെ ഞാൻ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് 2 into 3 ആയപ്പോൾ 6 കിട്ടി, 6 into 3 ആയപ്പോൾ 18 കിട്ടി, 18 into 3 ആയപ്പോൾ 54 കിട്ടി. അപ്പൊ അങ്ങനെ പോകുന്ന സീക്വൻസ് ആണ്, അതാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലേ. ദ ഫിക്സഡ് നമ്പർ മൾട്ടിപ്ലൈഡ് ഇസ് എ കോമൺ റേഷ്യോ ഓഫ് ദ സീക്വൻസ്. അപ്പൊ നമ്മള് അരിത്തമെറ്റിക് സീക്വൻസിൽ എന്തായിരുന്നു, കോമൺ ടൈം ആഡ് ചെയ്യായിരുന്നു, അത് കോമൺ ഡിഫറൻസ് ആയി. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം, ഇവിടെ കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്ന ആരെയാണ്, 3-നാണ് കോമൺ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത്. സോ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നതിന് നമ്മൾ കോമൺ റേഷ്യോ എന്ന് പറയാ. അങ്ങനെയാണെങ്കിൽ thus in the geometric sequence 2, 6, 18, 54 the first term is 2 and the common ratio is 3. ഓക്കെ, നമുക്ക് തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇത് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ സംഭവം ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. A part question, the first term of a geometric sequence is 3 and the common ratio is 2. Find its second and third terms. Okay. ക്വസ്റ്റ്യൻ നമ്പർ 29. അപ്പോൾ നമ്മൾ പറഞ്ഞു, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങളായിരിക്കും, നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ച് മനസ്സിലാക്കി എഴുതാന്നുള്ളതാണ്. അപ്പൊ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, ഫസ്റ്റ് ടൈമോടെ നിങ്ങൾ എന്തായിട്ട് എടുക്കണം, ഫസ്റ്റ് ടൈമോടെ എന്തായിട്ട് എടുക്കണം, ജിയോമെട്രിക് സീക്വൻസ് ഫസ്റ്റ് ടൈം 3 ആണ്, കോമൺ റേഷ്യോ 2 ആണ്. ഫസ്റ്റ് ടൈം എത്രയാണ്, 3 ആണ്. ദെൻ അതിന്റെ കോമൺ റേഷ്യോ ആയിട്ട്, കോമൺ റേഷ്യോ നമുക്ക് 6 എന്തെങ്കിലും വിളിക്കാം, കോമൺ റേഷ്യോ എത്രയാണ് 2 ആണ്. ഇങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റ് 2 ടേംസ് എഴുതാന്നുള്ളതാണ്, അല്ലെങ്കിൽ അടുത്ത 2 ടേംസ് എഴുതാന്നുള്ളതാണ്. ഇപ്പൊ 3 ആണ് ഫസ്റ്റ് ടൈം വരിക, ഇത് നമ്മളറിയാം കോമൺ റേഷ്യോ മൾട്ടിപ്ലൈ ആണ് പോകേണ്ടത് അല്ലെ. 3 into 2 6 വരും, ദെൻ 6 into 2 12 വരും. ഓക്കെ, ഇങ്ങനെയാണ് അടുത്ത ടേംസ് അതിൽ പോവാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് എ ജിയോമെട്രിക് സീക്വൻസ്. ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് ജിയോമെട്രിക് സീക്വൻസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ആദ്യത്തെ നോക്കിയേ 2, 4, 6, 8. അവിടെ എന്താണ്, 2 ആഡ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഈവൻ നമ്പേഴ്സ് ആണ്, അതെന്താണ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഇതെന്തല്ല ജിയോമെട്രിക് സീക്വൻസ് അല്ല. രണ്ടാമത്തെ 2, 4, 8, 16. അപ്പൊ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് പോയേക്കാണ്, 2 into 4 ആണ്, 4 into 2 8 ആണ്, 8 into 2 16 ആണ്. അപ്പോൾ എന്താണ് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് പോയേക്കാണ്. ഇതെന്താണ് ഒരു ജിയോമെട്രിക് സീക്വൻസ് ആണ്. ദെൻ 1, 4, 9, 16. അത് നമുക്കറിയാം എന്താണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണല്ലേ, 1, 4, 9, 16 എന്നുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. അപ്പൊ എന്താവില്ല, ജിയോമെട്രിക് സീക്വൻസ് ആവില്ല. അപ്പൊ ഇതിനകത്ത് രണ്ടാമത്തെ ഓപ്ഷനായ 2, 4, 8, 16 അത് മാത്രമാണ് അവിടെ ജിയോമെട്രിക് സീക്വൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. What is the common ratio of geometric sequence 5, 20, 80, 320 അങ്ങനെ പോവാണല്ലേ. അപ്പൊ നമുക്കറിയാം കോമൺ ഡിഫറൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്ത്, തൊട്ടുമ്പത്തെ ടൈമിൽ നിന്ന് ആദ്യത്തെ ടൈം മൈനസ് ആണ് ചെയ്തത്. ഇവിടെ കോമൺ റേഷ്യോ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്ത് നോക്കാം. കാരണം മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നത് ഒരു ടൈമിൽ നിന്ന് അടുത്ത ടൈമിലേക്ക് മൾട്ടിപ്ലൈ ആണ്. അപ്പൊ റിവേഴ്സ് വരാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡീഷന്റെ റിവേഴ്സ് നമ്മൾ ചെയ്യുന്നതാണ്, സബ്ട്രാക്ട് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ റിവേഴ്സ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ഡിവിഷൻ ആണ് ചെയ്യുക. ദെൻ അപ്പൊ സി പാർട്ട് ക്വസ്റ്റ്യനിൽ നമുക്ക് കോമൺ റേഷ്യോ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ടൈം എന്താണ് 5 ആണ്, അത് വെച്ച് ഡിവൈഡ് ചെയ്യണം. അതിന് തൊട്ട് സെക്കൻഡ് ടൈം വരുമ്പോൾ 20 ആണ്. അപ്പൊ സെക്കൻഡ് ടൈമിനെ ഫസ്റ്റ് ടൈം വെച്ച് ഡിവൈഡ് ചെയ്ത് നോക്കുക. 20/5 എന്ന് പറയുന്നത് എത്രയാണ്, 4 ആണ്. ഓക്കെ, അതിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ നെക്സ്റ്റ് ടൈം ഓഫ് ജിയോമെട്രിക് സീക്വൻസ് 3, 9, 27. ഇവിടെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താണ് 3 വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്തത്. 3 into 3 9 ആണ്, 9 into 3 27 ആണ്. അടുത്ത ടൈം അപ്പൊ എന്ത് ചെയ്യണം, 27 into ഫോർത്ത് ടൈം കിട്ടാനായിട്ട് എന്ത് ചെയ്യണം, ഇവിടെ 27 into എന്താണ് ചെയ്യേണ്ടത്, 3 ആണ് ചെയ്യേണ്ടത് അല്ലെ. 27 into 3 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 27 into 3 എന്ന് പറയുമ്പോൾ എത്ര വരും, 81 ആണ് വരിക. ഓക്കെ, അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മള് ഈ ജിയോമെട്രിക് സീക്വൻസ് എന്താ നിങ്ങൾ കാണാപ്പാടം പഠിക്കൊന്നും വേണ്ട. ഇത് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഇത് തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും വരാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ച് നോക്കി മനസ്സിലാക്കി, മുകളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് നോക്കുക, മനസ്സിലാക്കുക, അത് വെച്ച് താഴേക്കുള്ള ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ട് വായിച്ച്, വളരെ സിമ്പിൾ ആണ്. ഈ മുകളിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഏറ്റവും ബേസിക് ക്വസ്റ്റ്യൻസ് മാത്രമേ താഴെ ചോദിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യുക, പരമാവധി അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ അവസാനിക്കുകയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ഓർമ്മയിൽ ഉണ്ടാവണം.
നമുക്ക് കിട്ടുന്ന 15 മിനിറ്റ്സ് കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കാം, ഞാൻ ഏതൊക്കെ സ്കിപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് എന്ത് ചെയ്യുക, റൗണ്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മളുടെ 2.5 മണിക്കൂർ തുടങ്ങി കഴിഞ്ഞാൽ പരമാവധി വേഗത്തിൽ എന്ത് ചെയ്യുക, ഒരു 10-20 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് 2 സെറ്റുകൾ 2 മാർക്സിന്റെയും 3 മാർക്സിന്റെയും സെറ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ചെയ്യണം. എന്നാലാണ് നമുക്ക് ഏകദേശം ഒരു 2 മണിക്കൂറും 10 മിനിറ്റും നമുക്ക് എന്ത് ചെയ്യണം, മൂന്നാമത്തെ സെഷൻ 4ാമത്തെ സെഷൻ, അതായത് 4 മാർക്കിന്റെ സെറ്റും 5 മാർക്കിന്റെ സെറ്റും, നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്നാണ്, മാർക്കും അതിൽ നിന്നാണ്. അപ്പൊ ആ ഒരു സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് അത്യാവശ്യം നല്ല രീതിയിൽ സമയം ഉണ്ടാവണം അല്ലെ. അപ്പൊ അതിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ പാർട്ടിലും മോർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം, അവസാനത്തേക്ക് വെക്കണം. കാരണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമയം ടൈറ്റ് ആയിരിക്കും. ഇല്ലെങ്കിൽ എല്ലാ ഓവർ ക്വസ്റ്റ്യൻ ചെയ്തു വന്നാൽ ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഭയങ്കര ടൈറ്റ് ആവും. അപ്പൊ നമുക്ക് ലാസ്റ്റ് 5 മാർക്കിന്റെ ഒക്കെ ചിലപ്പോൾ നമുക്ക് മിസ്സായി പോകും, 5-6 ക്വസ്റ്റ്യൻ ഒക്കെ എഴുതാണ്ട് പറ്റാണ്ടൊക്കെ പോകും. അപ്പൊ പരമാവധി എന്ത് ചെയ്യുക, പരമാവധി ഓവർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. എന്തായാലും അങ്ങനെ വെക്കുകയാണെങ്കിൽ സമയം ഉണ്ടാവും. അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുക, ഓവർ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് ഏതിലൊക്കെ എവിടെയെങ്കിലൊക്കെ മാർക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പുറത്തൊക്കെ കയറി വരാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, പഠിച്ച് നല്ല രീതിയിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ കൃത്യമായിട്ട് എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്ത് പ്ലാൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എക്സാം എഴുതുക. മാത്സിന്റെ എക്സാം ഒക്കെ അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ എന്ത് ചെയ്യുക, മാത്സിന്റെ എക്സാമുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സീ യു, ബൈ.